ലക്ഷം വരുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയുള്ള ഒരു പോളിംഗ് അറ്റൻഷനാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് തൊഴിൽ ഉറപ്പില്ലാതെയും തൊഴിലാളികളുടെ അവകാശങ്ങളാകെ കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്രരുടെ ജീവിതമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനം ഉണ്ടായിരുന്നു. 2005 ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ് ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത്. ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ കുറഞ്ഞതോടെ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്താൻ നീക്കങ്ങളും ശക്തമായി. രണ്ടാം UPA ഭരണകാലത്ത് തന്നെ പദ്ധതിയിൽ കാർഷിക മേഖലയിലെ ആവർത്തന സ്വഭാവമുള്ള കൃഷിപ്പണികൾ പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തി. നരേന്ദ്രമോദി ഭരണം തുടക്കം മുതൽ പദ്ധതി ദുർബലപ്പെടുത്താനും കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും നടപടികൾ തുടങ്ങി. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷങ്ങളിൽ 5.5 കോടിയോളം കുടുംബങ്ങളെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കി. കേരളത്തിൽ മുഴുവൻ ആക്റ്റീവ് തൊഴിലാളി കുടുംബങ്ങൾക്കും ആധാർ അധിഷ്ഠിത അക്കൗണ്ട് ഉള്ളതിനാൽ പദ്ധതിയിൽ നിന്ന് ഒരു കുടുംബവും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ അജീവിക മിഷൻ ഗ്രാമീൺ ചുരുക്കത്തിൽ രാംജി എന്നാക്കി പദ്ധതിയിലെ സംഘപരിവാർക്ക് വർഗീയ പ്രചരണ ആയുധമാക്കി പദ്ധതിയെ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന അവകാശാധിഷ്ഠിത പദ്ധതിയായിരുന്ന ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി ഉറപ്പില്ലാത്ത പദ്ധതിയാക്കി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും കള്ളപ്രചാരവേല നടത്തി സംഘപരിവാറുകൾ തൊഴിലാളികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാർ. രാജ്യത്താകെ 15.5 കോടി കുടുംബങ്ങളിലായി 26 കോടി തൊഴിലാളി കുടുംബങ്ങളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 8.5 കോടി കുടുംബങ്ങളിൽപ്പെട്ട 12.5 കോടി തൊഴിലാളികൾ മാത്രമാണ് ആക്റ്റീവ് തൊഴിലാളികളായി ഉള്ളത്. കേന്ദ്ര സർക്കാർ ആകെ അനുവദിച്ചത് ലേബർ ബഡ്ജറ്റും തുടർച്ചയായി കുറയ്ക്കുകയാണ്. 23-24 307 കോടി, 24-25 243 കോടി, 2025-26 210 കോടി, അങ്ങനെ തൊഴിൽ ദിനം കുറയ്ക്കുകയാണ്. ആദ്യം 1,11,887 കോടി രൂപയിൽ നിന്ന് വെട്ടിക്കുറച്ച് 86,000 കോടിയായി ചുരുക്കിയിരിക്കുകയാണ്. രാജ്യത്ത് പദ്ധതി മാതൃകയായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് സാർ കേരളം. ശരാശരി തൊഴിൽ ദിനങ്ങൾ 67 നൽകുന്നു. 100 തൊഴിൽ ദിനങ്ങൾ 40% കുടുംബങ്ങൾക്കും നൽകുന്നു. അവർക്ക് 1,200 രൂപ ഫെസ്റ്റിവൽ അലവൻസ് നൽകുന്നു. ആദിവാസി കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനം നൽകുന്നു. ട്രൈബൽ പ്ലസ് പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നു. നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും രാജ്യത്തിന് മാതൃകയായി നടപ്പിലാക്കുന്നു. സംസ്ഥാനത്ത് 19 ലക്ഷം കുടുംബങ്ങളിൽപ്പെട്ട 22 ലക്ഷം തൊഴിലാളികൾക്കാണ് ആക്റ്റീവ് കുടുംബങ്ങളിലായുള്ളത്. അവർക്ക് തൊഴിൽ കൊടുത്തു വരികയാണ് സാർ. പുതിയ നിയമം പദ്ധതിയുടെ ബാധ്യതയെ ആകെ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി തുകയുടെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്നാക്കി മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രം നിശ്ചയിച്ച് നടപ്പാക്കുമ്പോഴാണ് ഇത്തരമൊരു കൊള്ളകൂട നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം അവിദഗ്ധ തൊഴിൽ, വിദഗ്ധ തൊഴിൽ, മെറ്റീരിയൽ കോസ്റ്റ്, ഭരണച്ചെലവ് എല്ലാ ഇനത്തിലും 60% മാത്രമേ കേന്ദ്രം തരൂ. മാത്രമല്ല, കേന്ദ്രം അനുവദിക്കുന്ന ലേബർ ബഡ്ജറ്റിന് ആനുപാതികമായ 60% അനുവദിക്കണമെങ്കിൽ 40% സംസ്ഥാനം മുൻകൂർ എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇതിനു പുറമെ കേന്ദ്രം അനുവദിക്കുന്നതിന് പുറത്തു നൽകുന്ന തൊഴിലിന്റെ മുഴുവൻ തുകയും സംസ്ഥാനം തന്നെ വഹിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയാണ്. സംസ്ഥാനങ്ങളെ അരിഞ്ഞുമുറുക്കി പ്രതിസന്ധിയിലാക്കുകയാണ്. മറ്റെല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വൻ വെട്ടിക്കുറവ് വരുത്തി പദ്ധതി വിഹിതം പോലും നിഷേധിക്കുന്ന ഘട്ടത്തിലൂടെ ഈ നടപടി തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്ത ഗ്രാമീണ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാനാണ് ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് നിയമത്തിൽ
മണ്ണുജല സംരക്ഷണ പ്രവർത്തനങ്ങൾ അടക്കം 266 ഇനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. ഗ്രാമപ്രദേശത്ത് തൊഴിൽ കണ്ടെത്താനും പ്രത്യേക പരിപാടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ, ഈ ചോദ്യം UDF കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം. അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDF ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കട്ടവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ്. അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ്. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചിത്രം ഞങ്ങളും കാണിച്ചു തരാം. നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ. നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത്. നിങ്ങൾ നോക്കൂ സാർ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ? SITയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ? അപ്പൊ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത്. ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. എന്തിനു വേണ്ടി? കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് സർവ്വടിക്കുന്നത്. കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണ്ണ പൂശിയ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ആളുകളൊന്നും അറിയട്ടെ. നിങ്ങളിപ്പോ ഒരു പാരഡി പാട്ട് പാടി നടക്കുന്നുണ്ടല്ലോ. അവസാനം നിങ്ങളെല്ലാം ഇപ്പൊ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും. അന്നേക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കൊള്ളണം. സാർ, ഇവിടെ ഇടതുപക്ഷം ഒന്നാം UPA ഗവൺമെന്റിന് പിന്തുണ കൊടുത്തപ്പോ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം നടപ്പാക്കാൻ ഒന്നാം UPA ഗവൺമെന്റ് നിർബന്ധിതമായ പദ്ധതിയാണ് തൊഴിലുറപ്പ്. അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസിന് തൊഴിലുറപ്പിനോട് ഒരാത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ അസംബന്ധ നാടകം ആ സമയത്തു തന്നെ പ്രതിപക്ഷം കാണിക്കുന്നത്. തൊഴിലുറപ്പിനെ അട്ടിമറിക്കാൻ BJPയെ പോലെ തന്നെ ശ്രമിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാർ, തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യം വെട്ടിക്കുറച്ചത് ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യമായി വെട്ടിക്കുറച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ടുള്ള സബ്മിഷൻ വരുമ്പോ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് മഹാത്മാഗാന്ധിയേക്കാൾ വലിയത് മറ്റൊരു ഗാന്ധിയാണ്. ആ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സർ, ഞാൻ എന്റെ വിശദമായ മറുപടി മേശപ്പുറത്ത് വെക്കുകയാണ്. അംഗങ്ങളൊന്ന് സീറ്റ് അവിടെ ഇത് മാറ്. ക്രോസ് ചെയ്ത് നിൽക്കല്ല, അംഗങ്ങൾ ക്രോസ് ചെയ്ത് നിൽക്കല്ല പ്ലീസ്. അദ്ദേഹം ചോദിക്കട്ടെ. സാർ, സംസ്ഥാന ഗവൺമെന്റ് ഈ 125 ദിവസമെന്ന കാപട്യപൂർണമായ പ്രഖ്യാപനം വഴി എത്ര കോടി രൂപയാണ് മാറ്റിവെക്കേണ്ടി വരിക എന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ചോദ്യം കേട്ടില്ല. എത്ര കോടി രൂപ മാറ്റിവെക്കണം? സാർ, ഇന്നത്തെ നിലയിൽ സംസ്ഥാന സർക്കാരിന്
ഇപ്പോഴുള്ളതിനേക്കാൾ 3544 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇന്നത്തെ നിലയിൽ നടപ്പാക്കണമെങ്കിൽ. യെസ് താങ്ക് യു.